അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 154. ജ്വാലയെ നോക്കി നിൽക്കുന്നതല്ലാതെ അഗ്നി ഒന്നും പറയുന്നില്ല എന്ന് കണ്ടതും അവൾക്ക് വീണ്ടും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ദേവേട്ടനോട് ഞാൻ ചോദിച്ചു കേട്ടില്ലേ? അവള് പുരികമുയർത്തി. ഇല്ലല്ലോ, എന്താ ചോദിച്ചേ? അവൻ കുറുമ്പോടെ അവളുടെ കവിളിപ്പിച്ചി. ഓ, വിട്ടെന്നെ, ഇനിനോട് കൊഞ്ചണ്ട, പൊക്കോ. നേരത്തെ ആരോടോ നല്ല സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നില്ലേ? ആളോട് എന്നെ സംസാരിച്ചോ? മാറങ്ങോട്ട്. അവനെ തുറച്ചു നോക്കി പറഞ്ഞുകൊണ്ട് ജ്വാല അഗ്നിയുടെ നെഞ്ചിൽ പിടിച്ചു പുറകിലേക്ക് തള്ളി. ആ, അടങ്ങടി പെണ്ണെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അഗ്നി ചിരിയോടെ പറഞ്ഞു. വേണ്ടല്ലോ, നിക്കൊന്നും കേക്കണ്ട. ദേവേട്ട മാറിക്കേ. ചായ വേണമെന്ന് പറഞ്ഞില്ലേ? കൊണ്ടുവന്നിട്ടുണ്ട്, അതാ റൂമിലുണ്ട്, വേണമെങ്കിൽ പോയി കുടിച്ചോ. ജ്വാല സീരിയസ് ആണ്. അഗ്നി അവളുടെ കവിളിൽ കുറുമ്പോടെ കടിച്ചു. വിടടാ ഡ്രാക്കുളെ, അമ്മ പറിച്ചെടുത്തു എന്റെ കവിള്. അഗ്നി അവളുടെ കവിളിന്ന് പല്ലകത്തി മാറ്റിയതും അവിടെ കൈകൊണ്ട് അമർത്തി തടവി അവള് ചോദിച്ചു. അഗ്നി ചിരിയോടെ അവളെ അപ്പോഴും നോക്കി നിൽക്കുന്നുണ്ട്. നോക്കുന്ന നോക്ക്, ദുഷ്ടനെ വിട്. ജ്വാല വീണ്ടും കുതറി. എന്താ നിന്റെ പ്രശ്നം? ആദ്യം അത് പറ. അഗ്നിയുടെ സ്വരത്തിൽ പെട്ടെന്ന് ഗൗരവം കലർന്നു. അത് മനസ്സിലായ പോലെ ജ്വാല അവനെ നോക്കി. ദേവേട്ടനെ അറിയില്ലേ? ചുണ്ട് പിളർത്തിക്കൊണ്ട് അവള് ചോദിച്ചു. അറിയില്ല, കാരണം എന്റെ കുഞ്ഞിന്റെ ഇങ്ങനൊരു മുഖം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്തൊരു കുശുമ്പാ ഇത്. അവൻ അവൾ അങ്ങനെ തന്നെ പിടിച്ച് റെയിലിങ്ങിലേക്ക് ചേർത്ത് നിർത്തി. ജ്വാല അവനെ ഒന്ന് നോക്കി. അത് അതെനിക്കിഷ്ടല്ല, അവൾ വെക്കിക്കൊണ്ട് പറഞ്ഞു. ആരെ? എന്നെയാണോ? അതല്ല, അത് ദേവേട്ടൻ എന്നോടല്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കാറ്. അതുപോലെ വേറെ ആരോടും സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അവളുടെ സ്വരമിടറി. ഞാൻ ഫോണിൽ സംസാരിക്കുന്ന നീ കേട്ടു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോ ഞാൻ ആരോടാ സംസാരിച്ചെന്ന് നീ കേട്ടില്ലേ? അഗ്നി അവളെ കൂർപ്പിച്ചു നോക്കി. അവളില്ല എന്ന് അവന്റെ മുഖത്തേക്ക് നോക്കാതെ തലയാട്ടി. സത്യമായിട്ടും കേട്ടില്ലേ? അഗ്നി അവളുടെ മുഖം അവന് നേരെ പിടിച്ചു. കേട്ടു. സുരഭിയച്ചോട് എന്തിനാ സംസാരിച്ച്? അതും സ്നേഹത്തോടെ. അവള് പരിഭവത്തോടെ ചോദിച്ചു. ഇന്നോളം അവളിൽ കാണാത്ത കുശുമ്പ ആസ്വദിക്കുകയായിരുന്നു അഗ്നി ആ സമയം മുഴുവൻ. വെറുതെ അങ്ങനെ ഇരുന്നപ്പോ അവളോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. കുറെ ആയില്ലേ ആ ശബ്ദമൊക്കെ ഒന്ന് കേട്ടിട്ട്. അഗ്നി ജ്വാലയിൽ നിന്നും അകന്നു നിന്ന് ഇല്ലാത്ത നാണത്തോടെ പറഞ്ഞു. അവൾ അവനെ മിഴിച്ചു നോക്കി. അഗ്നിക്ക് അത് കണ്ടിട്ട് ചിരി വന്നെങ്കിലും അവൻ ചിരിച്ചില്ല. കാര്യം അന്ന് നിന്നെ അവള് വെള്ളത്തിൽ തള്ളിയിട്ടപ്പോ ഞാൻ അവളെ അടിച്ചു എന്നുള്ളത് നേരാ. എന്നാലും പാവല്ലേ, അങ്ങനെ തല്ലാൻ പാടില്ലായിരുന്നു ഞാൻ. പാവം പെണ്ണ്. അഗ്നി വീർത്തു വരുന്ന ജ്വാലയുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു നിർത്തിയ നിമിഷം ജ്വാല അവനിലേക്ക് പാഞ്ഞു വന്ന് അവന്റെ നെഞ്ചിലടിച്ചു. പാവോ? ആര്? സുരഭിയച്ചിയോ? എടാ ദുഷ്ട, ഇനി പറയോ? പറയോന്ന്? ഇല്ലാന്ന് പറ. ഇപ്പൊ സംസാരിച്ച പോലെ ഇനി അവരോട് സംസാരിക്കൂല എന്ന് പറ. പറയാൻ. ജ്വാല ദേഷ്യത്തോടെ അവന്റെ നെഞ്ചിലടിച്ചുകൊണ്ട് പദം പറഞ്ഞുകൊണ്ടിരുന്നു. അഗ്നി പൊട്ടിച്ചിരിച്ചുപോയി. ജ്വാലയ്ക്ക് തന്നെ കളിയാക്കുന്നത് പോലെയാണ് തോന്നിയത്. ദേഷ്യത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി അവൾ പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ ഒരുങ്ങി. അത് മനസ്സിലായ പോലെ അഗ്നി അവളുടെ കയ്യിൽ പിടിച്ച് അവളെ അവനോട് ചേർത്ത് പിടിച്ച് അവളെ റെയിലിങ്ങിൽ കയറ്റിയിരുത്തി. യോ വിട്, ഞാൻ താഴെ വീഴും. അവൾ കണ്ണുകൾ ഇറുക്കിയടച്ച് അഗ്നിയുടെ ഇരുതോളിലും കൈയമർത്തി പേടിയോടെ പറഞ്ഞു. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീഴുവോ നീ? ഞാൻ അങ്ങനെ വിടുവോ? ആർദ്രമായ ശബ്ദത്തിൽ അവൻ ചോദിച്ചു. ജ്വാല കണ്ണു തുറന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ കണ്ണുകളിൽ തന്നോട് നിറയുന്ന പ്രണയം. അവനീന്ന് നോട്ടം മാറ്റി ജ്വാല. പിണക്കാണോ ഇപ്പോഴും? മൂളാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. എന്തിനാ? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ദേവേട്ടൻ എന്റെയാ, നിന്റെ മാത്രം. അപ്പൊ എന്നോട് മാത്രം ഇങ്ങനെ സ്നേഹത്തോടെ സംസാരിച്ചാ മതി, ഇത്രയും സോഫ്റ്റ് ആയിട്ട്. അല്ലാതെ ആരോടും വേണ്ട, എനിക്ക് ഇഷ്ടമല്ല. അവൾ അവന്റെ കഴുത്തിലൂടെ കൈ ചുറ്റി. അഗ്നിയുടെ കണ്ണുകൾ തിളങ്ങി. ഞാൻ നിന്നോട് മാത്രമല്ലേ ഇങ്ങനെയൊക്കെ കൊഞ്ചുന്നുള്ളൂ എൻ്റെ കുഞ്ഞാ, അല്ലാതെ വേറെ ആരോട് ഞാൻ ഇതുപോലെ സംസാരിക്കാറില്ല. അവനും പറഞ്ഞു. സുരഭിയച്ചോട് പറഞ്ഞുല്ലോ. അവളുടെ ചുണ്ടു കൂർത്തു. ഓ, അത് ഞാൻ വെറുതെ സംസാരിച്ചതാ, അവളെ ഇങ്ങോട്ട് വരുത്താൻ വേണ്ടി. അങ്ങനെയൊക്കെ സംസാരിച്ചാലേ അവൾ ഇങ്ങോട്ട് വരൂ, അല്ലെങ്കിൽ എന്നെ പേടിച്ചിട്ട് വരില്ല. അഗ്നി അവൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. ജ്വാല ഞെട്ടലോട് അവനെ നോക്കി. ചേച്ചി ചേച്ചി എന്തിനാ ഇങ്ങോട്ട്? വേണ്ട ദേവേട്ട, ചേച്ചി വരണ്ട. അവള് പേടിയോടെ പറഞ്ഞു. നിന്നെ ഇനി അവൾ എന്തെങ്കിലും ചെയ്യുമോന്ന് പേടിയുണ്ടോ കുഞ്ഞ? അഗ്നിയിൽ വാത്സല്യമായിരുന്നു ആ സമയം. ജ്വാല കണ്ണു നിറച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി. നിക്ക് ദേവേട്ടനെ വിട്ട് എവിടെയും പോണ്ട. സുരഭേച്ചി വന്ന എന്നെ എന്തേലും. അപ്പൊ ദേവേട്ടനെ വിട്ട് എനിക്കിപ്പോ. അവൾ അത്രയും പറഞ്ഞപ്പോഴേക്കും അഗ്നി അവളുടെ വാപുത്തി പിടിച്ചിരുന്നു. അങ്ങനെ ഒരുത്തി നിന്നെ ഒന്നും ചെയ്യില്ല കുഞ്ഞ. അങ്ങനൊരു ചിന്തെങ്കിലും അവൾക്കുള്ളിൽ ഉണ്ടായ പിന്നെ അവൾ കാണാൻ പോകുന്നത് അവൾ ഇന്നോളം കണ്ടിട്ടുള്ള അഗ്നിദേവനായിരിക്കില്ല. ഇത് നിന്റെ ദേവേട്ടൻ നിനക്ക് തരുന്ന വാക്കാ. അഗ്നിയുടെ വാക്കുകളിൽ ക്രൂരത നിറഞ്ഞിരുന്നു. അവൻ അവളുടെ വായിന്ന് കൈയെടുത്തു. ജ്വാല അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു.
സുരഭിയേച്ചി ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ട് കൊണ്ടുവരുന്നേ? പതിയെ അവള് ചോദിച്ചു. അല്ല, ഇതുവരെയും അങ്ങനൊരു പ്ലാൻ മനസ്സിലില്ല. ഇപ്പൊ അവള് വരുന്നത് സൗപർണികയ്ക്കൊരു സഹായത്തിന് വേണ്ടിയാ. അതിനപ്പുറത്തോട്ട് അവളുടെ ചിന്തകളോ പ്രവൃത്തികളോ നീളരുത്. പുറത്തെ ഇരുട്ടിലേക്ക് നോക്കിക്കൊണ്ട് വന്യമായ മുഖത്തോടെ അവൻ പറഞ്ഞു. എന്തുകൊണ്ടോ അപ്പോഴും അന്നുണ്ടായ ആക്സിഡന്റിൽ സുരഭിക്കുള്ള പങ്ക് ജ്വാലയോട് പറയാൻ അഗ്നിക്ക് തോന്നിയില്ല. അവളുടെ കൈകൾ അവനിൽ മുറുകി. എന്റെ കുഞ്ഞിന് ഒരു പേടിയും വേണ്ട. ഇത് നിന്റെ വീടാ. ഇവിടെ വന്ന് നിന്നെ ആരും ഭരിക്കരുത്. അതിന് നീ അനുവദിക്കരുത്. മനസ്സിലായോ? താക്കീതോട് അവൻ ചോദിച്ചു. ജ്വാല മൂളി. അഗ്നി അവളെ തന്നീന്ന് അകത്തി മാറ്റി അവളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ മുഖത്തിന് അപ്പോഴും ഒരു വാട്ടമുണ്ട്. എന്തേ? അവൻ ചോദിച്ചു. ഇനി തമാശയ്ക്കാണെങ്കിൽ പോലും എന്നോടല്ലാതെ ആരോടും നേരത്തെ സംസാരിച്ച പോലെ സംസാരിക്കരുത്. മനസ്സിലായോ? കണ്ണ് കൂർപ്പിച്ചുകൊണ്ട് അവള് ചോദിച്ചു. സംസാരിച്ച? കണ്ണിൽ നിറഞ്ഞ കുറുമ്പോടെ അഗ്നി ചോദിച്ചു. കൊല്ലും ഞാൻ. ഇയാൾ എന്റെയാ. വേറെ ആരോടും എന്നോട് കാണിക്കണ പോലെ സ്നേഹം കാണിക്കണ്ട. ഇനി ഞാനിത് പറയൂലാട്ടോ. ഇനി ഇങ്ങനെ ഉണ്ടായാൽ ശരിയാക്കും ഞാൻ. അവള് തീർത്തും പറഞ്ഞു. അപ്പൊ അപ്പൂനോടും പൊന്നൂനോടും മീനുവിനോടൊക്കെയോ? അവരോട് സ്നേഹത്തോടെ സംസാരിക്കണ്ടേ? അഗ്നി കുസൃതിയോടെ ചോദിച്ചു. അവരോടൊന്നും എന്നോടുള്ള പോലെ അല്ലല്ലോ ദേവേട്ടൻ. എന്നോട് സ്പെഷ്യലാ. ഈ ശബ്ദം മാറുന്നതും എന്നോട് സംസാരിക്കുമ്പോഴാ. പ്രണയത്തോട് അവള് പറഞ്ഞു. എന്തുകൊണ്ടാ അങ്ങനെ? അഗ്നി കാറ്റുപോലുള്ള ശബ്ദത്തിൽ ചോദിച്ചു. അത് പ്രണയല്ലേ എന്നോട്, അതുകൊണ്ടാ. അവള് ചിരിച്ചു. അഗ്നി പുഞ്ചിരിയോട് അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു. പറ, ഇനി സുരഭിയോട് അങ്ങനൊന്നും സംസാരിക്കില്ല എന്ന് പറ. അവൾക്കത് വിടാൻ ഉദ്ദേശമില്ല. അഗ്നി അവളുടെ മുഖത്തേക്ക് നോക്കി. നീ വല്ലാതെ കുശുംബിയാവുന്നു കുഞ്ഞ. ആയിക്കോട്ടെ, ദേവേട്ടൻ എൻ്റെ അല്ലേ. അതുകൊണ്ട് ഈ സ്നേഹം മൊത്തം നിക്ക് വേണം. വേറെ ആർക്കും കൊടുക്കില്ല ഞാൻ. അവൾ അങ്ങനെ പറഞ്ഞതും അഗ്നിയുടെ മനസ്സ് നിറഞ്ഞു. അവളുടെ തുറന്ന സംസാരം കേൾക്കാൻ അവൻ എന്നും ഇഷ്ടാണ്. അഗ്നി അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. ഐ ലവ് യു കുഞ്ഞ. ഐ ടു ലവ് യു. അവളും പറഞ്ഞു. ചായ ചൂടുപോയി കാണും. ഞാൻ ഒന്നുകൂടെ പോയി ചൂടാക്കി കൊണ്ടുവരാട്ടോ. അവനീന്ന് അകന്നു മാറാൻ ശ്രമിച്ചുകൊണ്ട് അവള് പറഞ്ഞു. വേണ്ട, അത് തണുത്തോട്ടെ. എനിക്കിപ്പോ ചൂടോടെ വേണ്ടത് അതല്ല. പറഞ്ഞുകൊണ്ട് അവൻ പെട്ടെന്ന് അവളുടെ അതരത്തിലേക്ക് ചേക്കേറി. റൂമിലേക്ക് പോയ ജ്വാല ഇതുവരെയും താഴേക്ക് കാണാത്തതുകൊണ്ട് അവളെ അന്വേഷിച്ച് അഗ്നിയുടെ റൂമിലേക്ക് പോവുകയാണ് പൊന്നു. പക്ഷെ അവന്റെ റൂമിന്റെ വാതിൽ അടഞ്ഞു കിടക്കുന്നത് കണ്ട് ഒരു നിമിഷം ഡോറിൽ തട്ടണോ അതോ തിരികെ പോകണോ എന്നറിയാതെ അവള് നിന്നുപോയി. അല്ലെങ്കിൽ വേണ്ട, രണ്ടും കൂടെ അവിടെ എന്താ പരിപാടി എന്ന് പറയാൻ പറ്റില്ല. ഞാൻ എന്തിനു വെറുതെ കട്ടുറുമ്പാവുന്നേ? ചിരിയോടെ സ്വയം പറഞ്ഞുകൊണ്ട് അവൾ താഴേക്ക് തന്നെ പോവാനൊരുങ്ങി. അപ്പോഴാണ് അവളുടെ കണ്ണുകൾ അപ്പൂന്റെ റൂമിന്റെ വാതിൽക്കലേക്ക് നീണ്ടത്. ഡോറ് ചെറുതായി ചാരി വെച്ചിട്ടേ ഉള്ളൂ. ഓ, ഈ മനുഷ്യൻ വീണ്ടും തുടങ്ങിയോ ഡോർ അടയ്ക്കാതെയുള്ള പരാക്രമം? ഇതിന് ഞാനൊന്ന് ശരിയാക്കും. ഞാനോ കണ്ടു. ഇനി വരുന്നവളും പോകുന്നവളൊക്കെ കണ്ടാലേ ഈ മരപ്പെട്ടിക്ക് തൃപ്തിയാവുള്ളൂ. പല്ലുകടിച്ച് പറഞ്ഞുകൊണ്ട് അവൾ അവന്റെ റൂമിന്റെ അടുത്തേക്ക് നടന്നു. ചാരിയിട്ട വാതിലിനിടയിലൂടെ അകത്തേക്ക് തലയിട്ടൊന്ന് നോക്കി. ഇവിടെ എങ്ങും കാണാനില്ലല്ലോ. എന്റെ കണ്ണ, ഇനി കുളിക്കാൻ പോയതാവോ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ വരും ഡ്രസ്സ് മാറാൻ. ഈ ഡോറൊന്ന് അടച്ചൂടെ ഇയാൾക്ക്? അവൾ പിറുപിറുത്തുകൊണ്ട് ഡോറ് പുറത്തേക്ക് അടയ്ക്കാനായി ഡോർ ഹാൻഡിലിൽ കൈവച്ചു. പക്ഷേ അവൾ ഡോർ അടയ്ക്കും മുന്നേ അകത്തുനിന്ന് പെട്ടെന്നൊരു കൈ വന്ന് പൊന്നൂനകത്തേക്ക് വലിച്ചവളെ ചുമരിലേക്ക് ചേർത്ത് നിർത്തിയിരുന്നു. അമ്മ! പേടിയോടെ പൊന്നു ഇരു കണ്ണുകളും ഇറുകെ പൂട്ടി. ചെവിയിലൊരു നിശ്വാസം അടിച്ചതും വിറയലോടെ അവൾ കണ്ണുകൾ പതിയെ തുറന്നു. കൺമുന്നിൽ തന്നെ നോക്കി കുറുമ്പോടെ ചിരിക്കുന്നവനെ കണ്ട് അവളുടെ കണ്ണു മിഴിഞ്ഞു. അപ്പേട്ടാ! അവൾ വിറയാർന്ന സ്വരത്തിൽ വിളിച്ചു. അതുവരെ അവളെ നോക്കി കുറുമ്പോടെ ചിരിച്ചവന്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. അവൻ ഒരു കൈയാൽ തുറന്നു കിടന്ന ഡോറ് തള്ളി. ആ ഡോറടഞ്ഞതും പൊന്നൂന്റെ നെഞ്ചിടിപ്പ് കൂടി. ഉള്ളിൽ എന്തിനെന്നറിയാതെ ഒരു പിടച്ചിൽ. മുൻപൊരിക്കൽ ആ റൂമിൽ കണ്ട കാഴ്ചയും അതിനുശേഷം അവർക്കിടയിൽ നടന്ന കാര്യങ്ങളുമെല്ലാം അവളുടെ കൺമുന്നിലൂടെ മിന്നിമാഞ്ഞു. ഉമിനീർ വിഴുങ്ങിക്കൊണ്ട് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. തുടരും.